നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ടെന്താ, സിൽബന്തികൾ ചെന്ന് വിളിച്ചുണർത്തിയപ്പോ അവിടെ കിടന്ന് പിച്ചുമ്പയും പറയാ. കാര്യമായിട്ടെന്തോ പേടി തട്ടി തന്നെ ആവും. ഏതായാലും കൂടെയുള്ളവർ ആളെ ദേവീ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാ മൂകാംബിക അമ്മ തീരുമാനിക്കും. വിദ്യാമ്മ കൂടെയുള്ളപ്പോ അയാള് വീണ്ടും ശല്യം ചെയ്യുന്നോ? എങ്കിൽ സംശയം വേണ്ട, ഇത് ദേവി അവന് കൊടുത്ത ശിക്ഷ തന്നെയാ. ഇന്നത്തോടെ അവന്റെ അഹന്തയും അഹമ്മതിയൊക്കെ തീർന്നോളും. ദേവീ കടാക്ഷം ഉള്ളവരോട് കളിക്കാൻ ചെന്നാൽ അമ്മ അത് പൊറുക്കില്ല. അവന് ഇതൊരു പാഠമായിരിക്കും. അമ്മേ ദേവി. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ദേവിയെ കണ്ട് തൊഴുതാലേ ഉള്ളിൽ തട്ടി ഭയം മാറിക്കിട്ടുള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തിനാ ബലം പിടിക്കുന്നത്? എന്താ എന്താ കാര്യം? അത് ആളെന്തോ കൊണ്ട് പേടിച്ചതാ. പരിഹാരം നോക്കിയപ്പോ ദേവിയെ കൊണ്ട് തൊഴാനാ പറഞ്ഞത്. എന്താ കണ്ടത്? അത് ഞാൻ കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങിയപ്പോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ ചെന്ന് തൊഴുന്നതിന് മുമ്പ് ദേവിയെ നന്നായി മനസ്സിൽ വിചാരിച്ച് ചാമുണ്ഡി ക്ഷേത്രത്തിൽ ചെന്ന് 3 തവണ പ്രദക്ഷിണം വെച്ചിട്ട് വരൂ. എന്നാ വന്നാട്ടെ, ബലം പിടിക്കല്ലേ, പേടിക്കേണ്ട കാര്യമില്ല. വന്നാട്ടെ, തൊഴുതോളൂ. വന്നാട്ടെ. വാ. ദേവുട്ടി, എന്താ? ദേവുട്ടി, ഇനി പേടിക്കണ്ട. നിന്നെ ശല്യം ചെയ്തേന് ഒരു ചെറിയ ശിക്ഷ. ഇനി അയാളിൽ നിന്ന് ഒരു ഉപദ്രവവും ദേവുട്ടിക്കുണ്ടാവില്ല. പ്രാർത്ഥിച്ചോളൂ. അമ്മേ, സന്ദീപ് നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് കണ്ടില്ലല്ലോ. ഇനി തീരുമാനങ്ങാനും മാറ്റിയോ? വരാമെന്ന് അവൻ എന്നോട് സമ്മതിച്ചതല്ലേ. അവൻ വരും. ഇന്ന് ഓഫീസിലും പോണോന്ന് പറയുന്ന കേട്ടു. ആഹാ, അപ്പൊ എന്റെ മോൻ നന്നാവാൻ തീരുമാനിച്ചോ? അതെന്തായാലും നന്നായി അമ്മേ. നീ എന്തിനാ അവനെ ഏത് നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? കുറച്ചുകൂടി സ്നേഹത്തോടെ നിനക്കവനോട് പെരുമാറിയാലെന്താ? അമ്മേ, അവനെ കൂടുതൽ സ്നേഹിച്ചു പോയതായി എന്റെ കുഴപ്പം. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പെറ്റമ്മയെ സങ്കടപ്പെടുത്തും അമ്മേ. അതൊക്കെ നിന്റെ വെറും തോന്നല. സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താൻ അവന് കഴിയില്ല. അവന്റെ അച്ഛനെ പോലെ അവനൊരു ശുദ്ധ മനസ്സാ. പിന്നെ അവന്റെ കല്യാണക്കാര്യമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അമ്മയും മോനും പരസ്പരം പോരടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇന്നത് ഇന്നാർക്ക് ചേരണമെന്ന് നമ്മളെക്കാൾ മുമ്പേ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. നടക്കേണ്ട സമയത്ത് അത് നടക്കുകയും ചെയ്യും. ആ ദേ ആള് റെഡിയായി എത്തിയല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഡാ, നീ തിരിച്ച് ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ ഓഫീസിൽ പോവൂ? അല്ലമ്മേ, ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് പോയാലെന്ന് ആലോചിക്കും ഞാൻ. വർഷയോട് അവിടെ കാർ കൂടി ഒന്ന് എടുക്കാൻ പറ. ആ അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? ഓ, ഞാൻ വരുന്നില്ല. അതെന്താ? നിനക്ക് ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ വന്ന കുടുംബക്ഷേത്രത്തിലെ പൂജയല്ലേ? ഏയ്, ഞാനെങ്ങുമില്ല. അല്ലേലും അത് എന്റെ കുടുംബക്ഷേത്രമൊന്നും അല്ലല്ലോ. അതെന്ത് വർത്താനാ നീ പറയുന്നേ? നീയും ഈ കുടുംബത്തിലെ ഒരാള് തന്നെയല്ലേ? ദൈവചിന്തയിൽ താല്പര്യമില്ലാത്തവര് അങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. നീ എന്താടി ചേച്ചി എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നേ? എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയതുപോലെ. ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? ഒന്ന് പോടാ. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിന്നോട് പറഞ്ഞോ? അതെന്താണെന്ന് പറഞ്ഞാലല്ലേ പ്രശ്നം എന്താണെന്ന് അറിയാനും അതിനൊരു സൊല്യൂഷൻ കാണാനും പറ്റൂ. എന്റെ മോനെ, എനിക്കൊരു പ്രശ്നവുമില്ല. മറ്റുള്ളവരുടെ പ്രശ്നം എന്താന്ന് ചികഞ്ഞു പിടിക്കാൻ നിൽക്കാതെ ആദ്യം നീ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്ക്. ഇന്നെല്ലാവരും കൂടി അമ്പലത്തിൽ പോകുന്ന കാര്യം ആരും എന്നോട് പറഞ്ഞില്ല. പറയാത്ത സ്ഥിതിക്ക് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും ഇല്ലല്ലോ. അല്ലേലും എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആ ദേ, അതറിയാവുന്നത് കൊണ്ടാ നിന്നെ ഞാൻ നിർബന്ധിക്കാതിരുന്നതും. ആ ഇനിയിപ്പൊ നേരത്തെ പറഞ്ഞില്ല എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറയാം, പോരെ? ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നീ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ് ആവണം. എല്ലാത്തിലും ഒരു തണുപ്പ മട്ട ചേച്ചിക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ ഓഫീസ് കാര്യങ്ങളിൽ നിനക്ക് തമ്പിയച്ചനൊന്ന് സഹായിച്ചാൽ എന്താ? നിനക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഹലോ സാറേ, ഇവിടുത്തെ കാര്യങ്ങളിൽ ഫുൾ സ്വിംഗിൽ ഇൻവോൾവ് ചെയ്യാൻ സമയമായി എന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കും. ഓഹോ, അങ്ങനെയാണോ? എപ്പോഴാണാവോ ഭവതിക്ക് അങ്ങനെ തോന്നുന്ന ഒരു സമയം? ആ വരട്ടെ. എന്തായാലും ആ സമയത്താൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല ആർക്കും. ആ തൽക്കാലം മോൻ ഇവരെയും കൂട്ടി കുടുംബദേവിയെ നന്നായി തൊഴുതിട്ട് വാ. ആയിക്കോട്ടെ, നിന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. വാമേ, നമുക്ക് പോയിട്ട് വരാം. വാമേ.